മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ. ഈ ഒരു പ്രൊഡക്റ്റിനെ കണ്ടോ, ഇതിൻ്റെ പേരാണ് ഹ്യൂമിഡിഫയർ. ഈ ഹ്യൂമിഡിഫയർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക, ഇത് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ വീടുകളിലും ഓഫീസുകളിലൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ വാങ്ങി വെക്കേണ്ട ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റാണിത്. നമ്മുടെ വീടുകളിൽ ഇതൊരു എയർ ഫ്രഷ്നറായിട്ടും അതുപോലെ തന്നെ ഒരു പെർഫ്യൂമറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്കിന്നൊക്കെ ഡ്രൈ ആയി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അത് റൂമുകളിൽ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടൊക്കെ നീങ്ങി കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്, അതുപോലെ ഇതിൻ്റെ പ്രവർത്തനം എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ കാണുന്നൊരു ബോക്സിലാണ് ഹ്യൂമിഡിഫയർ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ എഴുതിയിട്ടുണ്ട് അൾട്രാസോണിക് ഹ്യൂമിഡിഫയർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്കൊരു 3 കളറുകളിൽ നമുക്കിത് അവൈലബിൾ ആണ്. ബ്ലാക്ക്, അതുപോലെ തന്നെ ഒരു റോസ് കളറ്, അതുപോലെ തന്നെ ഒരു വൈറ്റ്. അങ്ങനെ 3 കളറുകളിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഞാനത് വാങ്ങിയിട്ടുള്ളത് വൈറ്റ് കളറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേരും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതിൻ്റെ എത്ര കറണ്ട് എടുക്കുമെന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലൊരു കവറിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ഹ്യൂമിഡിഫയർ, H2O ഹ്യൂമിഡിഫയർ. ഇതിൽ ചാർജർ പോയിന്റ് നമ്മളിതാണ്. അതുപോലെ തന്നെ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. ഇതിന് മുകൾ ഭാഗത്തൂടെ നമുക്ക് പെർഫ്യൂമറൊക്കെ ആയിട്ട് പുറത്തോട്ട് വരിക. നമുക്ക് ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തിനുള്ളിൽ 1-2 സാധനങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ചാർജർ കേബിൾ നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചാർജർ കേബിളാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ 2 സ്റ്റിക്ക് ഉണ്ട്. ഈ 2 സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഹ്യൂമിഡിഫയർ നമുക്ക് യൂസ് ചെയ്യുക. ഇത് വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം നടത്തുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെഷീൻ. ഇതിൻ്റെ മെഷീൻ വരുന്നത്, മെയിൻ മെഷീൻ വരുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് 2 ടൈപ്പ് സ്റ്റിക്ക് വരുന്നുണ്ട്. നമുക്കിത് പെർഫ്യൂമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കിത് ഓരോന്ന് ഉപയോഗിക്കാൻ പറ്റും. നോർമലി വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പെർഫ്യൂമർ ആണെന്നുണ്ടെങ്കിൽ പെർഫ്യൂമറിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു കാണുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കണക്റ്റ് ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് വെക്കുക. അപ്പോൾ ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കും. നമുക്കിത് വേറെ പല സമയങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ഉപകാരപ്പെടും. ഈ കാണുന്ന ഇതിൻ്റെ തായ് ഭാഗത്തുള്ള ഈ ബോട്ടിലുണ്ടല്ലോ, ഈ ബോട്ടിലേക്കാണ് നമ്മൾ വെള്ളം നിറയ്ക്കേണ്ടത് കേട്ടോ. ഇതിൽ നിറക്കുന്ന വെള്ളം പക്കാ വെള്ളമായിരിക്കണം, നല്ല വെള്ളമായിരിക്കണം ഇതിൽ ഉപയോഗിക്കേണ്ടത്. നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നമ്മൾ മോശം വെള്ളമൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യരുത്. കാരണം നമ്മൾ ശ്വസിക്കുന്ന സമയത്തൊക്കെ നമ്മളെ അകത്തൊക്കെ പോകാനുള്ള വെള്ളമാണിത്. വെള്ളമാണെന്നല്ല, ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഇത് പോകും. കാരണം അത്രയും മിസ്റ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാറി നടക്കും. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കുടിക്കുന്ന വെള്ളം മാത്രത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഡയലി ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇതിനുള്ളിലൊന്നും എച്ചിലൊന്നും പിടിച്ചിട്ട് നിൽക്കരുത്. അപ്പോൾ നല്ല വൃത്തിയിൽ ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണിത്. നമുക്കിതിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കാം. നമുക്കിതുപോലെ ഇതിലേക്ക് എന്ത് ചെയ്യുക, വെള്ളം നമുക്ക് എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 300 ml വെള്ളം നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ ഇട്ട് വെച്ച് ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ സ്റ്റിക്ക് നമ്മൾ എന്ത് ചെയ്യണം തരാം, ഇത് കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കുക. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒന്ന് അബ്സർവ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളമാകും. അപ്പോൾ വെള്ളം ആയതിനു ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഇതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഇതിനുള്ള താഴെ സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ് നമ്മൾ കൊഴിഞ്ഞ് പോകരുത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് പ്ലഗിൻ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ പ്ലഗിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മൂടി വെക്കുക. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇത്ര കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇതിൽ ഒഴിക്കുന്ന വെള്ളം നമ്മൾ നല്ല വെള്ളം വേണ്ട യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മോശം വെള്ളം ഒരിക്കലും ഇതിൽ യൂസ് ചെയ്യരുത്. നല്ല ശുദ്ധമായ വെള്ളം മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ ഹ്യൂമിഡിഫയറിൽ വെള്ളമൊക്കെ നിറച്ച് ഫില്ലാക്കി വെച്ചിട്ടോ, നമുക്ക് ഞാൻ എന്ത് ചെയ്യുക, ഇതിന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിനെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന C ടൈപ്പ് പിന്നെ എന്ത് ചെയ്യുക, ഇതിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ, ഈ പവർ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ഉണ്ടോ, ഇത് ഓണായി. ഓണാകുന്ന സമയത്ത് ഇതുപോലെ എന്ത് ചെയ്യും, മിസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ വെള്ളം വേപ്പറായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ വരാൻ പറ്റും. തൊട്ട് നോക്കുന്ന സമയത്തൊന്നും ഇതിലൊന്നും ഇതുണ്ടല്ലോ, നമ്മൾ കയ്യൊന്നും നനയില്ല. പക്ഷെ അത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒരു ഇതുപോലെ ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ എന്തെങ്കിലും പാറി നടക്കും. ഇതിന് 1-2-3 ടൈപ്പ് മോഡുകൾ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇത് ഒരു മോഡാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഫുൾ ടൈം എന്ത് ഇങ്ങനെ വേപ്പറായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാപ്പിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ ഓണായി, കുറച്ച് നേരം ഓണായി, പിന്നെ എന്ത് ചെയ്യും, ഓഫായി എന്നിങ്ങനെ ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കും. ഉണ്ടോ, ഓൺ ഓഫായി നിൽക്കും. ഇനി ഒന്നുകൂടി ഇത് ലോങ് പ്രസ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ലൈറ്റ് കത്തി. ഇതിങ്ങനെ ലൈറ്റ് കത്തി നോർമലായിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇതൊരു ബെഡ് ലാമ്പ് പോലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വേപ്പറായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ല അടിപൊളി ഭംഗിയാണ്ടത് കാണാൻ. നമ്മൾ റൂമുകളിലൊക്കെ കത്തിച്ച് വെക്കുന്ന സമയത്ത് അതുപോലെ ബെഡ് ലാമ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കിടിലൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു ഇലക്ട്രോണിക്സിന് എന്തെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ ഉള്ള സമയത്ത് ആ ഭാഗങ്ങളിലൊന്നും ജസ്റ്റ് ഇത് വെക്കാതിരിക്കലാണ് തോന്നുന്നില്ല. കാരണം ഇതൊരു വേപ്പറായിട്ട് വെള്ളം ഇങ്ങനെ വരുന്ന സംഭവമല്ലേ. അങ്ങനെ ഇലക്ട്രോണിക്സിൻ്റെ പ്രൊഡക്റ്റുകൾക്കൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നില്ല, പക്ഷെ അത്രയും മൈന്യൂട്ടായിട്ടുള്ള സംഭവമാണ് ഇതിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് കയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെയില്ല, നനയൊന്നുമില്ല, അത്രയും മിസ്റ്റായിട്ട് ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യും, ഒരു പ്രസ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ഓണായി ഓഫായി ഓണായി ഓഫായി അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ നിൽക്കും. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ടോ. നമ്മൾ തീരെ ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബെഡ്റൂമുകളിലൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒരു ആംബിയൻസിൽ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നല്ല ഭംഗിയാണിത് കാണാൻ. അതുപോലെ തന്നെ നല്ലൊരു ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റും കൂടിയാണിത്. നമുക്ക് ഇതുപോലെ ബെഡ്റൂമുകളിൽ ഒരു ബെഡ് ലാമ്പായിട്ടും അതുപോലെ തന്നെ ഓഫീസുകളിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല അടിപൊളി ഒരു ആംബിയൻസ് മൂഡ് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിപ്പോൾ ഒരു RGB ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വൈറ്റ് ലൈറ്റിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ടേബിൾ ലാമ്പ് പോലെ പ്രവർത്തിപ്പിക്കാനേ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അത്രയും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്കിത്. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്താനുള്ളത്. കാരണം ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.